പാവനമായ ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജന ജെയിംസ്. ഞങ്ങൾ കോഴിക്കോട് കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് അനൂപ് തോമസ്, മക്കൾ കാതറിൻ, എസ്തർ. 29/2/2020 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയുടെ കൂടെ ഞാനും ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ IELTSുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തു പോകുന്നതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ IELTS എഴുതാൻ പേടിയുണ്ടായിരുന്ന ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ IELTS എഴുതാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസോടു കൂടിയാണ് ആദ്യം ഉടമ്പടിയിലേക്ക് വന്നത്. ആ സമയത്തും ഹസ്ബൻഡിന് പുറത്തോട്ട് പോകുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ആളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെയാണ് ചാൻസ്. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലേക്ക് വരികയും ഞങ്ങൾ IELTS എഴുതുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ കൊറോണ വന്നതുകൊണ്ട് ലോക്ക്ഡൗൺ ആവുകയും എന്നിരുന്നാലും ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പറ്റുന്ന പോലെ ഉടമ്പടിയിൽ ജീവിക്കുകയും രണ്ടുപേരും IELTS എഴുതുകയും ചെയ്തു. IELTS എഴുതി രണ്ടുപേരും പാസ്സാവുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റാവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾക്ക് തടസ്സം വന്നാലും ഞങ്ങൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കൊറോണയുടെ സമയമായതുകൊണ്ട് തന്നെ അവസാനമായപ്പോഴത്തേക്കും ഒരുപാട് ആപ്ലിക്കേഷൻസ് പെൻഡിങ് ആയതുകൊണ്ട് ഞങ്ങളുടെ ആപ്ലിക്കേഷൻസും ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞങ്ങളത് വിട്ട പോലെയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹസ്ബൻഡിന് ജോലി മാറേണ്ടതൊരാവശ്യം വന്നു. കാരണം നമുക്ക് ഫിനാൻഷ്യലി കുറച്ചും കൂടി സെറ്റിൽ ആകണമെങ്കിൽ പുതിയ കമ്പനിയിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ജോലികളിലേക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് അവസാനം വരുമ്പോഴത്തേക്കും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ആൾക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിലേക്ക് ഇതിന് മുമ്പ് 2 മാസം മുമ്പ് ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ അടുത്ത വേക്കൻസി വരുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. അത് വിളിക്കാതിരുന്നപ്പം നെക്സ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പം അതിൽ ഉടമ്പടിയിൽ എഴുതി നിയോഗം വെച്ച് ഒരാഴ്ചക്കുള്ളിൽ ആ കമ്പനിയിൽ നിന്ന് വിളിക്കുകയും അടുത്ത നെക്സ്റ്റ് ലെവൽ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് അതിൽ കിട്ടുകയും ചെയ്തു. അതായിരുന്നു അടുത്ത സാക്ഷ്യം. നെക്സ്റ്റ് സാക്ഷ്യം മോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ മൂത്ത കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ജനിച്ച സമയം തൊട്ട് ആൾ 3-4-5 ദിവസം കൂടുമ്പോഴൊക്കെയാണ് മോഷൻ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാകുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് വലുതായി വരുന്നുള്ള ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എനിമ കൊടുക്കുകയും ഡോക്ടേഴ്സ് തരുന്ന മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് മോഷൻ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരവസരത്തിലാണ് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഇതേ അവസ്ഥയിലുള്ളൊരു കുഞ്ഞിനെ ഉടമ്പടിയിലൂടെ റിക്കവറായി കേട്ടപ്പം നെക്സ്റ്റ് ഡേ ഞാൻ ഉടമ്പടി പുതുക്കി അതിൽ നിയോഗം വെച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് അപ്പം തന്നെ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല. പുതിയ വീട് പണിയണമായിരുന്നു. ഞങ്ങളുടെ വീട് കുറച്ച് പഴയതായിരുന്നു. അപ്പോൾ പുതിയ വീട് പൊളിച്ച് പണിയാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് പൊളിച്ച് പണിയുന്നതിന് ഒരു പേപ്പറിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ പുതിയ വീട് മേടിക്കാം എന്നതിനെപ്പറ്റി ആലോചിച്ചു. അപ്പോൾ അങ്ങനെ പുതിയ വീട് മേടിക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ സെർച്ച് ചെയ്ത് ഇതാക്കിയപ്പോൾ പുതിയ വീട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഉടമ്പടിയിലൊക്കെ ആയിരുന്നു. ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് പുതിയ വീട് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു വീട് ദൈവം കാണിച്ചു തന്നു. അപ്പോൾ ഒരു പ്രശ്നം വന്നത് അവർ വീട് പണിത് തീർന്നത് റീസെൻ്റ്ലി ആണെങ്കിലും അവരതിൻ്റെ പെർമിറ്റ് എടുത്തത് 9 കൊല്ലം മുമ്പാണ്. അപ്പം നമ്മൾ ലോൺ എടുക്കുമ്പം ഈ 9 കൊല്ലം എന്നുള്ളത് അത്രയും വീടിൻ്റെ പഴക്കമായിട്ട് കൂട്ടും. അപ്പം നമുക്ക് ആ ലോണിന് ആ വീടിന് നമുക്ക് 0 വാല്യൂ തരുള്ളൂ. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് വീടിന് ലോൺ പാസ്സാകില്ല. ആ ഒരു അവസരത്തിൽ നമ്മൾ എല്ലാ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സമയം 3-4-5 കൊന്തകൾ ചൊല്ലി ബൈബിൾ വായിച്ചൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സിവിൽ എഞ്ചിനീയർ ആ വീട് പോയി കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വാങ്ങിയതിനേക്കാളും വില ആ വീടിന് നൽകി നമുക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവിധ പേപ്പർ വർക്കുകളും കഴിഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടാനുള്ള കൃപ ദൈവം ചെയ്തു തന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്വസ്ഥമായി ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരവസരത്തിലാണ് എനിക്ക് അകാരണമായിട്ട് വളരെ പേടി, ടെൻഷൻ വരാൻ തുടങ്ങി. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലത്തെ ഒരു വലിയ ഭാരം
മനസ്സിന് തോന്നാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നു പറയുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 3-4 കൊന്തയെല്ലും. അപ്പോൾ എനിക്ക് പേടി, ഇവർക്കെന്തോ മക്കളും ഹസ്ബൻഡുമാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത്. അപ്പോൾ ഇവർക്കെന്തോ അപകടം പറ്റാൻ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിശുദ്ധ തൈലം എല്ലാ ദിവസവും കുരിച്ച് വരച്ച് ഇവരെ വിടാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ടും ആ ഒരു പേടി പോകുന്നില്ല. അപ്പോൾ ഒരു ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഹസ്ബൻഡിന് ഇവിടെ പഴയ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോലിയിൽ അവർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. ആ സമയത്ത് ആൾക്ക് ECG വേരിയേഷൻ കാണിച്ചിരുന്നു. പക്ഷെ നമ്മളിവിടെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്നതാണ്, ക്രമേണ ശരിയാകുമെന്ന് പറഞ്ഞിരുന്നു. വീണ്ടും നമ്മൾ പുതിയ കമ്പനിയിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പം വീണ്ടും ECG വേരിയേഷൻ കാണുകയും എക്കോയിൽ വേരിയേഷൻ കാണുകയും ചെയ്തപ്പോൾ അവർ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടുത്തെ ഞങ്ങൾ ആന്ധ്രയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ഒരു ഹെൽത്ത് സിസ്റ്റവുമായിട്ട് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ നല്ല ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു എന്താണേലും ഒരു ഡോക്ടറെ ചുമ്മാ കാണാം, എന്നിട്ട് ആവശ്യമാണെങ്കിൽ നാട്ടിൽ വന്നൊന്നും കൂടെ കാണിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. അന്ന് ആ ഡോക്ടറെ കണ്ട് അത് പെട്ടെന്ന് തന്നെ CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പം ആണ് അറിയുന്നത് ആൾക്ക് അയോട്ട ഡൈലേറ്റഡ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് ഹാർട്ടിലെ മെയിൻ ഒരു വെയിനാണ് അയോട്ട. അത് മാക്സിമം ഡൈലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൾക്ക് അതിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ആൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു, നല്ല സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു. ആൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരുന്ന പേഴ്സണെ നമ്മൾ ഈ ഒരു ഇത് കണ്ട് നമ്മൾ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം, ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ സ്ട്രൈക്കായിട്ട് നിന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ ഉടമ്പടിയിലാണല്ലോ, ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ഈ ചോദിക്കുന്ന എല്ലാം തന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ തന്നു? അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലേക്ക് ഒരു പാട്ടാണ് ഒഴുകുന്നത്, ഈശോയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട, ഇപ്പോൾ വരുന്നതാം ദുഃഖദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് സന്തോഷം മാത്രമല്ല, ദുഃഖം ദൈവം തരുമ്പോഴും നമ്മളത് സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വീകരിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഈശോയെ, ഞങ്ങൾ ഇത് ഒരു ത്യാഗമായിട്ടുള്ള ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഇത് ഇപ്പം എങ്ങനെയുണ്ടോ അതേപോലെ എനിക്ക് തിരിച്ചു തരണം ആളെ. അന്ന് ഞങ്ങളത് ഏൽപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. കാരണം അന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് വരുന്നോടം തൊട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് പേരിടപെട്ട് നടത്തി തരുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞങ്ങളൊരു VIP പരിഗണിക്കുന്ന പോലെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചെല്ലുമ്പം ഇന്ന ആളല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് 10 ദിവസം ഹോസ്പിറ്റൽ സർജറി സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു. 10 ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ പറഞ്ഞ ആളെ ഒരാഴ്ച കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു. 11 ലക്ഷം രൂപയോളം നമുക്ക് എക്സ്പെൻസ് വന്നത് കമ്പനി ഏറ്റെടുത്തു. അതുപോലെ തന്നെ 3 മാസം നമുക്ക് റെസ്റ്റ് പറഞ്ഞു. ആ റെസ്റ്റ് ഫുൾ സാലറിയോട് കൂടി കമ്പനി അനുവദിച്ചു തന്നു. ആ 3 മാസത്തിനുള്ളിൽ തന്നെ ആൾ ബാക്ക് ടു നോർമലായി നമുക്ക് തന്നു. ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാണാറുണ്ട്, പിന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ കരുതുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ, പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തന്ന് ദൈവം വഴി നടത്തി അത് ചെയ്ത് തന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആയിട്ട് കാണുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ജോലിക്ക് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട ഇടയ്ക്ക് ചെക്കപ്പിന് വരണം. നാട്ടിലേക്ക് വരാനൊക്കെയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിനടുത്തുള്ള സ്ഥലത്തേക്ക് നോക്കിയിരുന്നു. അപ്പം നമുക്ക് ട്രാൻസ്ഫറായിട്ട് കിട്ടിയില്ല. അപ്പോൾ വേറെ കമ്പനിയിലേക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ ആ സമയത്തും ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പക്ഷേ ഒന്നെങ്കിൽ നമ്മുടെ ജോബ് മാച്ചാകിയാൽ അങ്ങനെ പല ഇഷ്യൂ കാരണം ഇത് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ മെറിറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ മെറിറ്റ് കൊണ്ട് നമുക്ക് നടക്കില്ല, നമ്മുടെ ഗ്രേസ് കൊണ്ട് നടക്കുമെന്ന് നോക്കാം. അപ്പോൾ ആളെ കൊണ്ട് തന്നെ, ഹസ്ബൻഡ് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു. ഒരാഴ്ചക്കുള്ളിൽ ഒരു 2-3 കമ്പനികളിൽ അടുപ്പിച്ച് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദൈവം തരുന്നുണ്ട്, പക്ഷേ അത് ഏറ്റവും നല്ലത് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്താലേ നടക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് എന്താണെന്ന് നിനക്കറിയാം, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് മേടിച്ചു തന്നാൽ മതി, ബാക്കി ഞങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്ന എങ്ങനെയാണെങ്കിലും മാറിപ്പോകണം. അപ്പം ഞങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിച്ച ജോലി പോലും എന്തെങ്കിലും ചെറിയ ഇഷ്യൂ കാരണം അല്ലെങ്കിൽ കമ്പനിയുടേതായ പ്രശ്നങ്ങൾ കാരണം മാറിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് തന്നെ വേറൊരു കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിലേക്ക് തന്നെ ആൾക്ക് ജോലി കിട്ടി. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു.
അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ പഴയ വീട് വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് തടസ്സങ്ങളായിരുന്നു, പേപ്പർ വർക്കുകളുടേതായ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളും എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റും ഉപ്പിടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ പാടെ തന്നെ വേറൊരു ആൾക്കാർ വന്ന് നമുക്ക് സ്ഥലം കച്ചവടമായി. കഴിഞ്ഞ മാസം അതിൻ്റെ രജിസ്ട്രേഷനും കഴിഞ്ഞു. പിന്നെയുള്ള ഒരു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം എഴുതിയിരുന്നു, ഞങ്ങൾക്കൊരു പുതിയ കാറ് വാങ്ങുന്ന കാര്യം എഴുതിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി പഴയതായതുകൊണ്ടാണ് എഴുതിയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എഴുതി ആൾ ഞങ്ങൾക്ക് ലോങ് ഡ്രൈവൊക്കെ പോകേണ്ടതാണ്, ആൾക്ക് സർജറി ചെയ്തതാണ്, അപ്പം ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഞാൻ എഴുതിയത്. പിന്നീട് ഞങ്ങൾ പ്ലാൻ അതൊക്കെ മാറ്റി ഞങ്ങൾ മാനുവൽ മതിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നേരത്തെ എപ്പോഴോ എൻക്വയറി ചെയ്തിട്ട ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നപോലെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ പാകത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ നിമിഷം അവർക്ക് പുറത്തോട്ട് പോകേണ്ടി വന്നു, നിങ്ങൾക്കിപ്പോൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിന് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ 1-2 ഡോക്യുമെൻറ്റ്സ് കൊടുത്തു. പിറ്റേ ദിവസം അവർ പറഞ്ഞു നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചതേ അല്ല, പക്ഷേ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഡിസംബറിന് മുമ്പ് തന്നെ ദൈവം ഞങ്ങൾക്ക് ആ വണ്ടി ഡെലിവറി ചെയ്ത് തന്നു. ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് രോഗസൗഖ്യങ്ങൾ. എനിക്ക് 15 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അത് ഒരു 2-3 ടാബ്ലറ്റ്സ് ഹൈ ഡോസ് കഴിച്ചാൽ എനിക്ക് കുറയുന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം ഇടയ്ക്ക് എനിക്ക് സാധാരണ ആൾക്കാർ ഉറക്കം ഉളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് വായിക്കുമ്പോൾ ഒക്കെ വരുന്ന പോലെ ചെറിയ തലവേദനകൾ വരാറുണ്ട്. എങ്കിലും പണ്ടത്തെ ഒരു മൈഗ്രെയിൻ്റേതായ പ്രശ്നങ്ങളൊന്നും എനിക്കിപ്പോൾ വരാറില്ല. അതുപോലെ എൻ്റെ കസിൻസിന് വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് നിയോഗങ്ങൾ എഴുതിയിട്ടതൊക്കെ നന്നായി നടക്കാറുണ്ട്. പക്ഷെ അവരില്ലാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന് ഞങ്ങളുടെ വലത്തും ഇടത്തുമായി പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പരമാവധി എല്ലാ ദിവസവും കുർബാന കൂടാനും കുരിശ് വായിക്കാനും ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ കിട്ടുന്ന സമയത്തൊക്കെ ദൈവവചനങ്ങൾ അച്ഛന്മാർ പറയുന്നതും കേൾക്കാനും, അങ്ങനെ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് അങ്ങനെ എല്ലാം കേൾക്കാനും കാണാനും എല്ലാം ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലായിരുന്നപ്പം ഫുഡ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ അങ്ങനെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആന്ധ്രയിലായിരുന്നപ്പോൾ ഞങ്ങൾ പ്രോസസ്ഡ് ഫുഡ് പാക്കറ്റ് ഫുഡ് മേടിച്ച് ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു മാസം കാരുണ്യപ്രവൃത്തി ചെയ്യാനുള്ള ആൾക്കാർ അല്ല പൈസയായിട്ടോ അങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് വിളിക്കും. അപ്പോൾ മാസാവസാനം ആണെങ്കിൽ പോലും ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തരാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രവിതരണമാണ് മെയിനായിട്ട്. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മലയാളം പത്രങ്ങളായിരുന്നു ഹോസ്പിറ്റലുകളിലും പൊതുസ്ഥലങ്ങളിലുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആന്ധ്രയിലായിരുന്നപ്പോൾ ഞങ്ങൾ തെലുങ്ക് പത്രം മേടിച്ചോട് പോയി അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ ഡെയിലി സ്റ്റാറ്റസ് ഇടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യുകയും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തു തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിവിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പിതാവ് ഇതെല്ലാം അറിയുന്നു എന്ന് അവിടുത്തെ പരിപാലനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു വശം കൂടിയാണിത്. ഇവിടെ അഞ്ജന ജെയിംസ് എന്ന കുടുംബത്തോടു കൂടി വന്ന് ഈ മകൾ സാക്ഷ്യം പറയുന്നത് അവരുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്നതും ഈശോ തങ്ങളെ സ്നേഹിക്കുന്നതും അവർ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെയുമായ ഒരു വലിയ തെളിവോടുകൂടി പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ഉടമ്പടി എത്ര മാത്രം നിഷ്ഠയോടും നിബന്ധനയോടും കൂടി അവർക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെയുള്ള ഒരു നന്ദി പ്രകാശനമാണ് വളരെ ശക്തമായിട്ട് ഇവിടെ അഞ്ജന ഏറ്റു പറഞ്ഞത്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ദിവ്യബലി മധ്യേ നമ്മോട് പറയുകയുണ്ടായി, വിശ്വാസം സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും നാം മനസ്സിലാക്കണം എന്ന് അച്ഛൻ വചനങ്ങളിലൂടെ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. വിശ്വാസം ഈസ് ഈക്വൽ ടു ഉപവി എന്ന് അച്ഛൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. വിശ്വാസത്തിൽ നാം എത്രമാത്രം ആഴപ്പെടുന്നുവോ ഈശോയെ വിശ്വസിക്കുന്നതും ആ വിശ്വാസ കൈമാറ്റം നടത്തുന്നതും
ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നത് എത്രമാത്രം അധിക അളവിലാണെന്ന് തിരിച്ചറിയുന്നതും തിരിച്ചറിവിൻ്റെ ഒരു വരം നൽകുന്നതുമെല്ലാമാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മെ ആഴത്തിൽ ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരെല്ലാം തന്നെ കർത്താവിനെ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ്. ഇവരുടെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ തീരുമാനങ്ങളിലും, എല്ലാ അസ്വസ്ഥതകളിലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒരുപാട് ഇവരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇവരുടെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും എല്ലാം ജീവിതാസ്വാസ്ഥ്യങ്ങളിൽ, അവരുടെ അസുഖങ്ങളിലെല്ലാം ഈശോ വളരെ വലിയ സൗഖ്യങ്ങൾ നൽകുന്നതായി, അവർ പോലും അറിയാതെ അവർക്ക് ഹസ്ബൻഡിൻ്റെ ഹാർട്ട് ഇഷ്യൂസ് എല്ലാം സൗഖ്യപ്പെടുന്നതായി അവർ ഏറ്റു പറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. എത്ര നിസാരങ്ങളായാലും, എത്ര വലിയ ജീവിതഭാരങ്ങളായാലും പരിശുദ്ധ അമ്മ നമ്മുടെ ഉടമ്പടി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഈശോ നമുക്കത് എപ്പോഴും നമുക്ക് ഗ്രീൻ സിഗ്നലോടൊരു വലിയ അനുഗ്രഹവും അഭിഷേകവുമായി മാറ്റിത്തരുമെന്ന് നമുക്കറിയാം. അഞ്ജന ജെയിംസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.